വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മൾ ഈ ഇറാനും അമേരിക്കയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റിനിടയിൽ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. ടിക്ടോക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ ഫേമസ് ആയിരുന്നു. അമേരിക്കയുടെ ഈ ഫ്ലൈറ്റുകളും ജെറ്റുകളും ഇങ്ങനെ വരുന്ന ആകാശത്തൂടെ വരുന്ന വിഷ്വൽസ് നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഒരു ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഒരു ജെറ്റ് അത് നമ്മളെല്ലാവരെയും ഹഠാത് ആകർഷിച്ചു. വവ്വാലിനെ പോലെ ഇരിക്കുന്ന ഒരു തെരച്ചി മീൻ, നമ്മുടെ ഇവിടെയൊക്കെ തെരച്ചി എന്നാണ് പറയുന്നത്, വേറെ എവിടെയൊക്കെ എന്താ പറയുന്നത്, തെരച്ചി പോലെ ഇങ്ങനെ പ്ലേറ്റ് പോലെ ഇരിക്കത്തില്ലേ, ആ തെരണ്ടി അങ്ങനെയൊക്കെ പറയുന്ന ആ മീന് പോലെ ഇരിക്കുന്ന ഒരു സാധനം. അപ്പൊ എന്താണ് ഈ സാധനം എന്ന് അന്വേഷിച്ചത്? ബോംബർ വിമാനങ്ങൾ എന്നറിഞ്ഞത്. ഈ വിമാനങ്ങളുള്ള രാജ്യങ്ങൾ ആകാശത്ത് അജയ്യമായിരിക്കും എന്നാണ് പല പഠനങ്ങളും സൂചിപ്പിക്കുന്നത്. പോരാത്തതിന് ഈ വിമാനം അങ്ങനെ ഇങ്ങനെയൊന്നും രാജ്യങ്ങൾക്ക് കിട്ടില്ല, അല്ലെങ്കിൽ രാജ്യങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഇത് ബില്യൺ ഡോളേഴ്സ് വേണം ഈ വിമാനം ഉണ്ടാക്കാൻ എന്നൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഞാൻ ഇതിനെക്കുറിച്ച് എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് സംസാരിച്ചപ്പോൾ ആ കിഴങ്ങ എന്നോട് പറഞ്ഞത്, ഇന്ത്യക്കൊക്കെ അത് ഉണ്ടാക്കാനായിട്ട് എത്ര സമയം എടുക്കും, ഇനിയൊന്നും അത് വരാനൊന്നും പോകുന്നില്ല, നമ്മുടെ രാജ്യമൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. അപ്പൊ എനിക്ക് വലിയ അത്ഭുതമായി. ഈ ബോംബർ എന്ന് പറയുന്ന ഒരു സാധനം ഇന്ത്യയുടെ കയ്യിലുണ്ടെങ്കിൽ ഇന്ത്യയുടെ പവർ എന്താവും? ഈ ബോംബർ നമുക്ക് കിട്ടാൻ പോവുകയാണ്. ഈ ബോംബർ നമ്മൾക്ക് തരാൻ പോകുന്നത് വേറെ ആരുമല്ല, റഷ്യയാണ്. ഒരു ബോംബർ നമുക്ക് വരാൻ പോവുകയാണ്. റഷ്യയുടെ TU-160M സ്ട്രാറ്റജിക് ബോംബറുകൾ എന്നുള്ള ബോംബർ നമുക്ക് കിട്ടാൻ പോവുകയാണെന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ ബോംബർ ഇന്ത്യക്ക് ഒരു ഗെയിം ചേഞ്ചർ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഈ ബോംബറിന് പ്രത്യേകതയുണ്ട്. പക്ഷേ അമേരിക്ക അടക്കം ഇന്ത്യക്ക് ഈ ബോംബർ റഷ്യ തരുന്നതിൽ കീനായിട്ട് ഇന്ത്യയെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. യുക്രൈൻ യുദ്ധത്തിലും ഈ യുദ്ധത്തിലും നമ്മുടെ റഷ്യയുടെ മറ്റു പല യുദ്ധങ്ങളിലും എല്ലാം തന്നെ സ്തുത്യർഹമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള ഒരു ബോംബറാണിത്. 1970കളുടെ അവസാനത്തിലാണ് സോവിയറ്റ് യൂണിയൻ ഇത് വികസിപ്പിച്ചെടുത്തത്. ഇതിന്റെ ഫുൾ നെയിം ടുപോലേവ് TU-160 എന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിപ്പമേറിയതും ഏറ്റവും വേഗതയേറിയതുമായിട്ടുള്ള സൂപ്പർ സോണിക് ആയിട്ടുള്ള ബോംബറാണിത് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. പിന്നെ ഈ ബോംബറിന് അമേരിക്കൻ ബോംബറുകളുടെ ഷേപ്പ് അല്ല, ഈ ബോംബറിന് വേറൊരു പ്രത്യേക ബോംബറിന്റെ ഷേപ്പാണ്. കണ്ടോ, ഒരു 2 ചിറകൊക്കെ വെച്ച് നല്ല രസമായിട്ട്, വെള്ള കളറാണിത്, നല്ല രസമുണ്ട് കാണാം. അപ്പൊ റഷ്യയുടെ ഈ വാഗ്ദാനം സ്വീകരിക്കുന്നത് ഒരു ഉഭയകക്ഷി ബന്ധം വീണ്ടും ഉറപ്പിക്കുമെന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ രാജ്യത്തിന്റെ പ്രതിരോധ മേഖല ഇതെങ്ങനെ മാറ്റിമറിക്കും? അടുത്തത്, അമേരിക്ക ഇതിനെ എങ്ങനെ കാണുന്നു? ഇത് കണ്ടുകൊണ്ട് അമേരിക്ക പല കാര്യങ്ങളും അവിടെ നീക്കുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ പല ആവശ്യങ്ങളും അമേരിക്ക അംഗീകരിച്ചില്ല. ഇത് ഇങ്ങോട്ട് കിട്ടുന്നു എന്ന് അറിഞ്ഞപ്പോൾ അമേരിക്കയ്ക്ക് മൂട്ടിൽ തീ പിടിച്ചിരിക്കുന്നു എന്നാണ് അറിയുന്നത്. എന്തായിരിക്കും ഇതുകൊണ്ടുണ്ടാകാൻ പോകുന്ന മാറ്റം? ഈ TU-160 എന്നുള്ളത് റഷ്യയുടെ ഒരു പഴയ ബോംബറായിരുന്നു. പിന്നീട് അവരത് അപ്ഡേഷൻസ് ചെയ്തതാണ്. TU-160M ആണ് ഇപ്പോൾ ഇന്ത്യക്ക് നൽകാമെന്ന് പറയുന്നത്. അതിനൊരു പ്രധാന കാരണമുണ്ട്. ഈ അടുത്ത കാലത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഇന്ത്യ ഇസ്രയേലുമായിട്ടും ഫ്രാൻസുമായിട്ടും ഒരുപാട് ആയുധ കരാറുകൾ വെക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ കയ്യിലുള്ള ഏറ്റവും കരുത്തുള്ള വിമാനങ്ങളൊന്ന് റഫേലാണ്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ഈ വലിയ ബോംബറുകൾ വലിയ ശക്തികളുടെ കയ്യിൽ മാത്രമാണുള്ളത്. ഇതുപോലെ തന്നെ ഒരെണ്ണം ചൈനയുടെ പക്കലുണ്ട്, M6 എന്നാണ് മറ്റോ ആണ് അതിന്റെ പേര്, ബോംബറുണ്ട്. പിന്നെ നമ്മൾ കണ്ടതാണ് അമേരിക്കയുടെ പക്കലുള്ള അവരുടെ ബോംബർ ഇപ്പൊ ഇറാനിൽ ബോംബിടാനായിട്ട് അവർ കൊണ്ടുവന്നത്. അത് വൻ ശക്തികളുടെതൊക്കെ ഈ ബോംബറുണ്ട്. പക്ഷേ അവരാരും ഇത് വിൽക്കാൻ ആയില്ല. അവരാരും അത് മറ്റു രാജ്യങ്ങൾക്ക് കൊടുക്കില്ല, അവരുടെ കയ്യിൽ മാത്രം. അതൊരു വലിയ ആയുധ ശക്തിയുടെ കരുത്തായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ റഷ്യ എന്തുകൊണ്ട് അത് ഇന്ത്യക്ക് നൽകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യ ഈ അടുത്ത സമയത്തൊക്കെ ഇസ്രായേലുമായിട്ടും ഫ്രാൻസുമായിട്ടും ഒരുപാട് കരാറുകൾ വെക്കുന്നു. അത് മാത്രമല്ല, അമേരിക്കയുമായിട്ട് ചിലപ്പോൾ ഒരു പക്ഷേ ഒരു ആയുധ കരാറിന് സാധ്യതകൾ നിൽക്കുന്നു. അതിനൊരു പ്രധാന കാരണമുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന 60% ആയുധങ്ങളും റഷ്യയുടേതാണ്. അപ്പൊ ഈ റഷ്യയുടെ ആയുധങ്ങൾ മാത്രം ഒരു സൈന്യത്തിനുള്ളത് ഈ യുദ്ധത്തിൽ അതൊരു പോരായ്മ തന്നെയാണ്. ഒരു രാജ്യത്തിന്റെ ആയുധങ്ങൾ മാത്രം വെച്ച് പോകുന്നു. അപ്പം എവിടെയാണോ വെറൈറ്റി ഉള്ള പുതിയ പുതിയ ആയുധങ്ങൾ വരുന്നത് അത് നമ്മൾ ഇതാക്കണം. അത് മാത്രവുമല്ല, ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോൾ തദ്ദേശീയമായി നമ്മൾ ഒരുപാട് ആയുധങ്ങൾ വികസിപ്പിക്കുന്നുണ്ട്. അപ്പം നമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ആയുധം വാങ്ങുന്ന ആ ഒരു രീതി ഇപ്പൊ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ തന്നെ തദ്ദേശീയമായിട്ട് ഒരുപാട് ആയുധങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നു, നമ്മൾ തന്നെ അത് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കപ്പോൾ പഴയതുപോലെ 100% ആയുധം ഇറക്കുമതി ചെയ്യേണ്ട ആവശ്യമില്ല, വളരെ കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ നമ്മുടെ വിപണി, ആയുധ വിപണി എന്ന് പറഞ്ഞാൽ, അതായത് നമുക്ക് ഇങ്ങോട്ട് വിൽക്കാനുള്ള, മറ്റു രാജ്യങ്ങൾക്ക് ഇങ്ങോട്ട് വിൽക്കാനുള്ള നമ്മുടെ ആയുധ വിപണി ചുരുങ്ങുമ്പോൾ തന്നെ നമ്മുടെ രാജ്യം ചില വമ്പൻ ഡീലുകൾ ചില രാജ്യങ്ങളുമായി ഒപ്പുവെക്കുന്നു. റഷ്യയെ സംബന്ധിച്ച് റഷ്യക്ക് ഇപ്പോൾ ഇന്ത്യയെ ചേർത്ത് നിർത്തിയേ മതിയാകും. കാരണം അവരൊന്നും സാമ്പത്തിക പ്രതിസന്ധി മാത്രമല്ല, ഇന്ത്യ അവരുടെ ഏറ്റവും അടുത്ത പങ്കാളിയാണ്, അവരുടെ ആയുധ പങ്കാളിയാണ്. ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴാണ് ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. നമ്മൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അമേരിക്കയുടെ F-35
അവരിറക്കിയപ്പോൾ പറഞ്ഞു ഞങ്ങൾ ആർക്കും കൊടുക്കില്ല, ഇത് ഞങ്ങളുടെ ആൾക്കാർക്ക് മാത്രമേ കൊടുക്കൂ എന്നൊക്കെ ട്രംപ് വീമ്പിളക്കിയെങ്കിലും ആ സമയത്ത് റഷ്യ പറഞ്ഞിരുന്നു. റഷ്യയുമായിട്ട് എന്തുകൊണ്ടാണ് ഈ അവരുടെ ഈ 57 U-57 എന്ന് പറയുന്ന ഇതിനോട് കിടപിടിക്കുന്ന 5ാം തലമുറ യുദ്ധവിമാനം ഇന്ത്യ വാങ്ങാത്തതെന്ന് ഇപ്പോഴാണ് വ്യക്തമാകുന്നത്. കാരണം ഇന്ത്യ ആദ്യം അവരുടെ അടുത്ത് ചോദിച്ചത് ഇതിന്റെ സോഴ്സ് കോഡ് ഞങ്ങൾക്ക് വേണം, രണ്ടാമത്തെ കാര്യം ഈ വിമാനം ഞങ്ങൾ ഇവിടെ നിർമ്മിക്കുമെന്ന് പറഞ്ഞു. ഇത് രണ്ട് കാര്യങ്ങളും റഷ്യ ആദ്യം അംഗീകരിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോൾ റഷ്യ അത് രണ്ടും അംഗീകരിച്ചിരിക്കുന്നു. ഈ വിമാനം നൽകും, വിമാനത്തിന്റെ സോഴ്സ് കോഡ് നൽകും, വിമാനം ഇന്ത്യയിൽ നിർമ്മിക്കാം എന്ന് ഇപ്പോൾ റഷ്യ പറഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ നമ്മൾ അത് വാങ്ങിയേക്കും എന്നാണ് തോന്നുന്നത്. അത് ചെയ്തേക്കും. ഇതിനോട് കൂടി ഇത് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് തന്നെ ഒരു വലിയ ഓഫറോടെ വെച്ചിട്ടുണ്ട്. അതാണ് ഈ നേരത്തെ ധനുഷ് പറഞ്ഞ ഈ 160M എന്ന് പറയുന്ന അവരുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബോംബർ. ഈ ബോംബർ നമുക്ക് നൽകാം എന്ന് പറയുകയുണ്ടായി. ഒപ്പം തന്നെ ചില ആയുധങ്ങൾ ഇവിടെ നിർമ്മിക്കാം, ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാം. നിലവിൽ ഇപ്പോൾ അവരുമായിട്ട് ആയുധം നിർമ്മിക്കുന്നുണ്ട്, അത് നിർമ്മിക്കാം എന്നുകൂടി അവരിപ്പോൾ സമ്മതിച്ചിട്ടുണ്ട്. അതായത് അവരുടെ കയ്യിൽ നിന്ന് ഈ ആയുധത്തിന്റെ കച്ചവടം കുറയാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഇത് ഇന്ത്യ വാങ്ങുമോ ഇല്ലയോ അറിയില്ല. കാരണം ഇന്ത്യ ഈ വിമാനം കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യൻ എയർഫോഴ്സിന്റെ കരുത്ത് പ്രവചനാതീതമാകും. അതായത് ഈ മേഖലയിൽ അതൊരു ബാലൻസിങ്ങിന് പ്രശ്നം വരും. അതൊരു പ്രധാന പ്രശ്നം തന്നെയാണ്. ചൈനയുടെ പക്കൽ ഇതുണ്ട്, ഇന്ത്യയുടെ പക്കൽ കൂടി എത്തുമ്പോഴത്തേനും രണ്ട് വമ്പൻ രാജ്യങ്ങളുടെ ഇത് എത്തുന്നു. സ്വാഭാവികമായും പാകിസ്ഥാനിലുള്ള രാജ്യം ബങ്കർ ബസ്റ്റർ ബോംബുകൾ കിട്ടിക്കഴിഞ്ഞു, നമ്മൾ ചെയ്തു കഴിഞ്ഞു, നമ്മൾ വികസിപ്പിച്ചു കഴിഞ്ഞു. അപ്പൊ അത് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു ബോംബറിന്റെ ആവശ്യമുണ്ട് നമുക്ക്. ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് വരുമ്പോഴത്തേനും ഈ മേഖലയുടെ ഏഷ്യൻ മേഖലയിൽ തന്നെ വമ്പൻ രണ്ട് ശക്തികളായിട്ട് ഇന്ത്യയും ചൈനയും മാറുകയാണ് ഇതുകൂടെ കിട്ടിക്കഴിയുമ്പോൾ. അതായത് ഈ വിമാനത്തിന്റെ നമ്മൾ ഡീറ്റെയിൽസിൽ പരിശോധിക്കുമ്പോൾ 12,000 കിലോമീറ്റർ ഇത് ഈസി ആയിട്ട് ഇതിന് പറക്കാൻ കഴിയും. ആണവ പോർമുനകൾ വഹിക്കുന്ന മിസൈലുകൾ ഇത് ക്യാരി ചെയ്യാൻ കഴിയും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊന്ന്. പക്ഷെ ഇത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഇപ്പോഴത്തെ ഒരു ഘടനയിൽ ചെറിയ മാറ്റം വരുമെന്നാണ് ഈ രംഗത്തുള്ള വിദഗ്ധർ പറയുന്നത്. അതിന് കാരണം ഇത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച്, നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിനെ സംബന്ധിച്ച് പുതിയൊരു സംഭവമാണ്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമ്മളുടെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ നമുക്ക് മാറ്റേണ്ടതായി വരും. അതായത് നമ്മുടെ എയർപോർട്ട് ഇതിന്റെ ഈ വ്യോമത്താവളങ്ങളുടെ വലിപ്പം വർദ്ധിപ്പിക്കേണ്ടതായിട്ട് വരും. ഒപ്പം തന്നെ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേക ഒരു യൂണിറ്റ് ഉണ്ടാക്കേണ്ടതായിട്ട് വരും. ഇപ്പൊ നമ്മൾ കാർഗിൽ യുദ്ധം കഴിഞ്ഞിട്ടാണ്, വളരെ എക്സ്പെൻസീവ് ആണത്. അതായത് ഇപ്പൊ നമുക്ക് ഒരു ഉദാഹരണം പറഞ്ഞാൽ, കാർഗിൽ യുദ്ധത്തിന് ശേഷമാണ് നമ്മൾ ഈ മലമുകളിൽ മാത്രം യുദ്ധം ചെയ്യുന്ന ഒരു ബറ്റാലിയനെ ഉണ്ടാക്കുകയും അവർക്ക് വേണ്ടി കാർഗിലിൽ തന്നെ നമ്മൾ ഒരു ട്രെയിനിങ് ക്യാമ്പ് തുറക്കുകയും ഒരു ട്രെയിനിങ് സെന്റർ ഇപ്പോൾ ഉണ്ട്. ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു ബറ്റാലിയൻ നമുക്കുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ എയർഫോഴ്സിൽ ഇതിനു വേണ്ടി ഒരു സ്പെഷ്യൽ ബറ്റാലിയൻ ഉണ്ടാക്കും. ഇതിന്റെ പൈലറ്റുമാർക്ക് ഒരുപാട് പരിശീലനം നൽകുകയും ഒക്കെ വേണം. അത് ഇത് വരുന്നത് ഒരു വലിയ ചെലവാണ്, വലിയ തുകയാണ് ഇതിന്. നേരത്തെ ധനുഷ് സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു തുകയാണ് ഇത് വാങ്ങുന്നത്. പിന്നെ ഇതിന്റെ ബാക്കിയുള്ള ഇതിനകത്ത് ഒരു പരിശീലനമൊക്കെ നേടി ഇതൊരു പ്രത്യേക യൂണിറ്റ് ആക്കി നിർത്തുന്നതിനും വലിയൊരു തുക ചെലവാകും. നിലവിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് ഈ റഫേൽ പോലെയുള്ള വിമാനങ്ങൾ, സുഖോയ് പോലെയുള്ള വിമാനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ശത്രുക്കൾ എന്ന് പറയുന്നത് അമേരിക്കയോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള രാജ്യങ്ങളൊന്നും അല്ല. നമ്മുടെ ചുറ്റും കിടക്കുന്ന ചൈനയും പാകിസ്ഥാനും കണക്കുള്ള രാജ്യങ്ങളാണ്. അതിനത് പര്യാപ്തമാണ്. നമ്മളുടെ ഒരു വിങ് അതിന് ഭയങ്കര കപ്പാസിറ്റി ഉള്ള ഒരു എക്സ്പീരിയൻസുകളാണ്. അപ്പൊ അവിടേക്ക് ഇത് എത്തുകയാണ്. ഇതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ലോങ് റേഞ്ചിലുള്ള ഒരു ആക്രമണത്തിന്, ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊരു പവർ എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ എന്തായാലും ഒരു കരാറിന് ഈ അടുത്ത് ഇന്ത്യ ഒരുങ്ങുന്നുണ്ട്, ഒരു ആയുധ കരാറിന്. അത് ആരുമായിട്ടാണ് എന്നൊരു വലിയ സംശയം ലോകത്തെമ്പാടും നിൽക്കുന്നത്. ആ സംശയം ട്രംപിനും ഉണ്ട്, റഷ്യക്കുമുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അതായത് ഇന്ത്യയുടെ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നമ്മളിപ്പോൾ ആയുധ വിപണി കുറച്ചുകൂടി വിപുലീകരിക്കാനായിട്ടുള്ള ഒരു നീക്കത്തിലാണ് നമ്മൾ നടക്കുന്നത്, അതായത് തദ്ദേശീയമായിട്ട്. അതായത് ഇപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട രീതി എന്ന് പറഞ്ഞാൽ, ഒരു ആയുധം വാങ്ങുമ്പോൾ അതിന്റെ സോഴ്സ് കോഡ് മാത്രമല്ല, അത് ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള അനുമതി കൂടി നൽകിയാൽ മാത്രമേ നമ്മൾ വാങ്ങൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഉടൻ തന്നെ ഒരു ഡീൽ വെക്കും. ഇന്ത്യയെ പോലെ ഒരു രാജ്യം ഒരു ഡീൽ വെക്കുന്നു എന്ന് പറയുമ്പോൾ, ഒരു ഡീലിന് ഒരുങ്ങുന്നു എന്ന് പറയുമ്പോൾ, സ്വാഭാവികമായിട്ട് ലോകത്തെ വമ്പൻ ആയുധ കമ്പനികളും ഇല്ലെങ്കിൽ ആയുധം വിൽപ്പനയുള്ള രാജ്യങ്ങളും സ്വാഭാവികമായിട്ട് ഇന്ത്യയുടെ മുമ്പിൽ കുമ്പിട്ട് നിന്നേ പറ്റൂ. കാരണം വലിയ ഒരു രാജ്യം, ആ രാജ്യത്തിന്റെ വലിയ ഡീലാണ് അത്. ചിലപ്പോ 1,00,000 കോടിയുടെയോ ഇല്ല 60,000 കോടിയുടെ ഒക്കെ ഡീലാണ്. ഇതാണ് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നിലവിലത്തെ സാഹചര്യത്തിൽ എല്ലാം ഇപ്പോൾ റഷ്യയുടെ നിന്ന് വാങ്ങുക എന്നൊരു മെത്തേഡ് ഇപ്പോൾ ഇന്ത്യക്കില്ല. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുക്കുന്നത്. അത് അവരുടെയും കൂടെ സഹായത്തില്ല. ഇപ്പൊ ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ കണ്ടതാണ്. S-400 അത് അവരുടേതാണ്. ബ്രഹ്മോസ് അത് അവരുടെയും കൂടെ പങ്കാളിത്തമുള്ളതാണ്. ഇതെല്ലാം അതിൽ ഉള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അവരെ പൂർണ്ണമായി നമുക്ക് തള്ളാനും കഴിയില്ല, അപ്പോൾ ഇല്ലാതാകുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുതിയൊരു നീക്കം നമ്മൾ ഇപ്പോൾ കാണുന്നൊരു കഴിഞ്ഞ ദിവസമാണ് ഇസ്രയേൽ അവരുടെ ഒരു പ്രധാനപ്പെട്ട മിസൈൽ ഇന്ത്യക്ക് നൽകാൻ പോകുന്നു എന്നൊരു വാർത്ത വന്നത്. അതനുസരിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതിന്റെ പേര്
ലാറ ലാറ എന്ന് പറയുന്ന അവരുടെ ഏറ്റവും മാരകമായ ഒരു മിസൈൽ ഇന്ത്യക്ക് നൽകാൻ പോകുന്നു. അപ്പൊ ഉം. ഇന്ത്യ ഇപ്പോൾ ചെയ്യുന്ന കാര്യത്തിൽ ബ്രഹ്മോസിന് അപ്പുറത്തേക്ക് ചില മിസൈലുകൾ കൂടി നമ്മളിപ്പോൾ വികസിപ്പിക്കുകയാണ്. ആ ലാറ ഉം. ഇന്ത്യയിൽ നിർമ്മിക്കാൻ കൂടിയുള്ള അനുമതിയാണ് ഇസ്രായേൽ നൽകുന്നതെന്നാണ് പറയുന്നത്. നമുക്ക് നൽകുക മാത്രമല്ല, അതായത് ഇപ്പോൾ റഷ്യയും ഇസ്രായേലും ചെയ്യുന്നത് ഇന്ത്യയിൽ വന്നിട്ട് ഇവിടെ നിന്ന് ആയുധം നിർമ്മിക്കുന്ന ഒരു രീതിയിലേക്കാണ്. റഷ്യ ഇപ്പോൾ ഏതാണ്ട് ഒരു പൂർണ്ണമായ രീതി അങ്ങനെ അവലംബിച്ച് മുൻപോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലുമാണ്. ഇത് നമ്മുടെ മേഖലയിലെ ഒരു ബാലൻസ് തെറ്റിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ചൈനയ്ക്കൊപ്പം തന്നെ ഇന്ത്യയും ഈ ഒരു ബോംബർ സ്വന്തമായി കഴിഞ്ഞാൽ ലോകത്തെ വൻ ശക്തികളായ റഷ്യ, അമേരിക്ക, ഇന്ത്യ, ചൈന, അങ്ങനെ ആ ഒരു ഗണത്തിലേക്ക് ഇന്ത്യ കൂടെ എത്തുന്നു എന്നുള്ളതാണ്. ഉം. സ്വാഭാവികമായും ഇതിനോടൊപ്പം കിടപിടിക്കണമെങ്കിൽ പാകിസ്ഥാന് ഈ സമീപകാലത്ത് അത് പറ്റില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അവരുടെ സമീപകാലത്തിൽ സാമ്പത്തിക സ്ഥിതി അവർക്ക് വെച്ച് പറ്റേയില്ല. പറ്റുകയില്ല. കാരണം അവർക്ക് അവരുടെ ഈ ഒരു സാമ്പത്തിക സ്ഥിതി വെച്ചിട്ട് അവർക്കത് വാങ്ങാൻ പറ്റില്ല ഈ സാധനം. ഉം. അതിനുള്ള കപ്പാസിറ്റി ഇല്ല. നമ്മൾ തന്നെ അതിനെക്കുറിച്ച് ആലോചിക്കുന്നു എന്നാണ് ഈ രംഗത്തുള്ള വിദഗ്ധർ പറയുന്നത്. കാരണം ഇതിന്റെ പരിപാലന ചെലവുകൾ, ഇതിന് വരുമ്പോൾ ഉള്ള ഇൻഫ്രാസ്ട്രക്ചറിലുള്ള മാറ്റം, പ്രത്യേക ബറ്റാലിയൻ രൂപീകരിക്കുക, അവരുടെ പരിശീലനം, ഇതിന് ഒരു വലിയ എക്സ്പെൻസീവ് ഉണ്ട്. ഇത് വാങ്ങുന്നതോടൊപ്പം തന്നെ വലിയൊരു ഒരു 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 സംവിധാനം കൂടെ മാറ്റി മറിക്കേണ്ടതായി വരും. അപ്പൊ പാകിസ്ഥാനെ സംബന്ധിച്ചൊന്നും ഈ അടുത്ത കാലത്ത് അതിനുള്ള സാധ്യതകൾ ഒട്ടുമില്ല. ഈ ബോംബറിന്റെ കാര്യമൊക്കെ അവർക്ക് ഒരു സ്വപ്നം മാത്രമായിരിക്കാം. അപ്പൊ ഏതായാലും അങ്ങനെ ഒന്നുകൂടെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ ആയുധ കരുത്ത് ലോകത്തിന് മുമ്പിൽ കുറച്ചുകൂടി പ്രബലമാവും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനു മുമ്പ് റഷ്യ ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു വിമാനം നമുക്ക് നൽകുന്നതിനെ കുറിച്ച് സംസാരിച്ചിട്ടേ ഇല്ല. അതെ, അത് അതെ. മാത്രമല്ല അവരുടെ Tu-57 പോലും അവർ സോഴ്സ് കോഡ് അടക്കം നൽകുമെന്ന് പറഞ്ഞിരുന്നില്ല. ഇപ്പൊ അതെല്ലാം മാറി മറിഞ്ഞ് നൽകാമെന്ന് പറയുന്നുണ്ട്. കാരണം ഇത് ഇന്ത്യ, കാരണം റഷ്യയെ സംബന്ധിച്ച് ഇന്ത്യ ഇല്ലാതെ അവർക്ക് മുൻപോട്ട് പോകാൻ കഴിയും. കാരണം വലിയ ഒരു ഒരു വിപണിയാണ് ആയുധ വിപണി. അതിന്റെ ഒരു പ്രധാന പങ്കും 60% ആയുധം വാങ്ങുന്നത് നമ്മളാണ്. അപ്പൊ അതുകൊണ്ടാണ് അവർ ഈ ഓഫർ മുമ്പോട്ട് വെക്കുന്നത്. ഇവിടെ ട്രംപും ഇനി ഒരുപക്ഷെ ഓഫറുകൾ മുമ്പോട്ട് വെക്കാൻ സാധ്യതയുണ്ട്. അതിനിടയിലാണ് ഏറ്റൊരു രസകരമായ വാർത്ത വരുന്നത്. നമ്മുടെ തേജസിന്റെ അപ്ഡേഷൻസിന് വേണ്ടിയിട്ടുള്ള എഞ്ചിനുകൾ അമേരിക്കയാണ് നൽകേണ്ടത്. അതിന്റെ എഞ്ചിനുകൾ അവിടുത്തെ എഞ്ചിനുകളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ആ എഞ്ചിനുകൾ നൽകണമെന്ന് നമ്മുടെ ആവശ്യം ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, വർഷങ്ങളായിട്ട് നമ്മൾ ആവശ്യപ്പെടുന്നതാണ്. ഇപ്പൊ ഇന്ന് കണ്ടൊരു വാർത്ത, എത്രയും പെട്ടെന്ന് അത് ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക ശ്രമം തുടങ്ങിയിട്ടുണ്ടെന്നാണ്. കാരണം നമുക്കത് ലഭ്യമായില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ കൂടുതൽ റഷ്യയുടെ ആശ്രയിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് അതിന്റെ എഞ്ചിനുകൾ ഇന്ത്യക്ക്, കാരണം നമ്മളിപ്പോൾ അതിന്റെ അപ്ഡേഷൻ നടത്തി. തേജസിന്റെ ഇപ്പം ഉം. 3-ാമത്തെ ഉം. വെർഷൻ 4-ാമത്തെ വെർഷൻ അങ്ങാണ്ടാണ് നമ്മുടെ കയ്യിൽ. അപ്പം അതിന് അവരുടെ കൂടെ എഞ്ചിനും മറ്റു അപ്ഡേഷൻസും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. അതൊക്കെ ഇപ്പൊ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. അതായത് ഇന്ത്യ ലോകത്തെ ആയുധ വിപണി നിയന്ത്രിക്കുന്ന ഒരു ശക്തിയായി മാറിയിരിക്കുന്നു. അത് വിൽക്കാനാണെങ്കിലും വാങ്ങാനാണെങ്കിലും. ഉം. വാങ്ങാനാണെങ്കിൽ പോലും നമ്മളാണ് ഇപ്പോൾ തീരുമാനിക്കുന്നത് എന്ത് വേണം, എങ്ങനെ വേണം എന്നുള്ളത്. വിൽക്കാനാണ് ഉം. എന്നുണ്ടെങ്കിൽ ഈ ചെറുകിട രാജ്യങ്ങൾക്ക്, അതായത് പ്രത്യേകിച്ച് വികസ്വര രാജ്യങ്ങൾക്ക് ആയുധങ്ങൾ നൽകുന്ന ഒരു ഗണത്തിലേക്ക് ഇന്ത്യയും വന്നു. അതായത് ചൈനയുടെതൊക്കെ വളരെ താഴോട്ട്, അവരുടെ ഒരു ഗ്രാഫ് താഴോട്ട് പോകുന്നു. പ്രത്യേകിച്ച് ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതോടുകൂടി ഗ്രാഫ് താഴേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ഒരുപക്ഷെ ഈ കരട് വ്യാപാര കരാർ ഒപ്പുവെക്കുന്നതിന് പിന്നിലും ട്രംപിന്റെ ആ ഒരു ചിന്ത അങ്ങോട്ടേക്കായിരിക്കും പോകുന്നത്. കാരണം കുറച്ച് ഉം. വിട്ടുവീഴ്ചയൊക്കെ ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്താലും മറ്റേ ഈ അതിനകത്ത് എന്തെങ്കിലും ഒരു കച്ചവടം നടക്കും. അങ്ങനെയാണല്ലോ, ചില അഡ്ജസ്റ്റ്മെന്റ് നടന്ന് ചിലപ്പോൾ മറ്റേതിൽ കച്ചവടം നടക്കും എന്നുള്ളത്. പക്ഷെ ഏതായാലും അമേരിക്കയുടെ പക്കൽ നിന്നും ഇന്ത്യ ഒരു ആയുധ കരാർ വെക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അത് ഏത് ടൈപ്പ് ആണ് എന്നുള്ളത് അറിയില്ല, പക്ഷെ അങ്ങനെയും ഉണ്ടാകും. കാരണം ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള നിലവിലുള്ളത് 60% റഷ്യൻസ് ആയുധങ്ങളാണ്. പിന്നെ നമ്മൾ തദ്ദേശീയമായി വികസിപ്പിച്ചാണ്. മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ആയുധങ്ങൾ കൂടി വേണം. അപ്പൊ ഈ വിമാനം, ഈ ബോംബർ എത്തുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഇപ്പോഴും ക്വസ്റ്റ്യൻ മാർക്കാണ്. അവരങ്ങനെ ഒരു ഓഫർ വെച്ചിട്ടുണ്ടെന്നുള്ള വാർത്തകൾ റഷ്യൻ മാധ്യമങ്ങളാണ് ആദ്യം പുറത്തുവിട്ടത്. ഇപ്പോൾ അത് ഇന്ത്യൻ മാധ്യമങ്ങളും ആ വാർത്ത നൽകി തുടങ്ങിയിട്ടുമുണ്ട്.